പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. ആദ്യത്തെ വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ നടക്കുന്ന എല്ലാ അക്രമ സംഭവങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. SFI സംസ്ഥാന സെക്രട്ടറി എറണാകുളത്ത് ഒരു KSU നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ലോ കോളേജ് ഹോസ്റ്റലിലെ കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് വെളുപ്പം കാലം വരെ ക്രൂരമായി മർദ്ദിച്ചത് കേസിലെ പ്രതിയാണ്. SFI സംസ്ഥാന സെക്രട്ടറി. അതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് SFI സംസ്ഥാന സെക്രട്ടറിയായി നിർത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. കഴിഞ്ഞ ദിവസം ഒരു SFIക്കാരൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കരണക്കുറ്റി അടിച്ചു പൊളിച്ചു. കർണപുടം പൊട്ടിപ്പോയി, ഡയഫ്രം പോയി അദ്ദേഹത്തിന്റെ. അപ്പൊ എന്തൊരു ക്രിമിനലുകളാണ്! വ്യാപകമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ മറ്റുള്ളവർക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത രീതിയിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. കണ്ടില്ല, ഇത്രയും വിദ്യാർത്ഥികൾ ഇത് കണ്ടിട്ടും പേടിച്ചിട്ട് പുറത്തു പറയാതിരിക്കുക. കാരണം പറഞ്ഞാൽ അവരുടെ ജീവൻ അപകടത്തിലാവും, ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള ഭീതിയാണ് ക്യാമ്പസിൽ. ഈ ഭീതി ഇപ്പൊ രക്ഷാകർത്താക്കളിലേക്ക് പടർന്നിരിക്കുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് മക്കളെ അയക്കാൻ രക്ഷാകർത്താക്കൾ ഭയപ്പെടുകയാണ്. പല കുട്ടികളും ക്യാമ്പസിൽ നിന്ന് ഇവരുടെ ആക്രമണവും ഇവരുടെ ക്രൂരമായ റാഗിങ്ങും, ഒരു വിദ്യാർത്ഥി സംഘടന പ്രോഗ്രസീവാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. എന്തൊരു നാണക്കേടാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്ന സംസ്ഥാനമാണ്. വ്യാപകമായി വിദ്യാർത്ഥികൾ പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയിലാണ്. 9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. പ്രധാനപ്പെട്ട കോഴ്സുകളിൽ പഠിക്കാൻ വിദ്യാർത്ഥികളില്ല. അറിയപ്പെടുന്ന പ്രശസ്തമായ കോളേജുകളിൽ PGക്ക് പോലും പഠിക്കാൻ ആളില്ല. പല കോഴ്സുകളും ടെർമിനേറ്റ് ചെയ്യാണ്, വേണ്ട എന്ന് വെച്ച് അവസാനിപ്പിക്കുകയാണ്. അത്ര അപകടകരമായ നിലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം നിൽക്കുമ്പോൾ ക്രിമിനലുകളെ അരിഞ്ഞാടാൻ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിട്ടുകൊണ്ട്, ഗവൺമെന്റ് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട്, CPM അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഇത്രയും വലിയൊരു അക്രമം നടന്നിട്ട് മുഖ്യമന്ത്രി എന്തേ മഹാമൗനത്തിലാകുന്നത്? കേരളത്തിന് മുഴുവൻ അപമാനകരമായ ഒരു സംഭവം, ഒരു മോബ് ലിഞ്ചിങ് എന്നെല്ലാം പറയുന്നത് പോലുള്ള ഒരു കാര്യമല്ലേ ഒരു ക്യാമ്പസിൽ നടന്നത്. നൂറുകണക്കിന് ആളുകൾ, വിദ്യാർത്ഥികൾ, മറ്റുള്ള വിദ്യാർത്ഥികൾ, ഇത് കണ്ടുനിന്ന വിദ്യാർത്ഥികളുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ഒരു ഭയം എന്താണ്? ആ ഭീതിയിലാണ് അവർ ഇനി ക്യാമ്പസിൽ പഠിക്കുന്നത്. ഇത് മറ്റ് ക്യാമ്പസുകളിലും എല്ലാം പടരുകയാണ്. അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റുന്ന ഈ ക്രിമിനലുകളെ ഒതുക്കിയില്ലെങ്കിൽ അതിശക്തമായ സമരം UDFും കോൺഗ്രസും ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളും ആരംഭിക്കുകയാണ്. ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിലില്ല. കേരളത്തിലെ ക്യാമ്പസുകളെ ഈ ക്രിമിനലുകൾക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രത്യേകമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇന്നത്തേക്ക് ആകുമ്പോൾ 7 മാസമാകും. 7 മാസമായി വാർദ്ധക്യം ബാധിച്ചവർക്ക്, ഭിന്നശേഷിക്കാർക്ക്, അഗതികൾക്ക്, വിധവകൾക്ക്, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് ഒരു പെൻഷനും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 13 ജില്ലകളിൽ നടത്തിയ ജനകീയ ചർച്ചാ സദസ്സുകളിൽ ഏറ്റവും വലിയ സങ്കടവും ദുഃഖവും അതായിരുന്നു. കരയായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു. മരുന്ന് മേടിക്കാൻ പണമില്ലാതെ, കഞ്ഞി കുടിക്കാൻ പണമില്ലാതെ, ഒരു സ്ഥലത്തേക്ക് പോകാൻ നിവൃത്തിയില്ലാതെ, പട്ടിണിയും പരിവട്ടവുമായി കേരളത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ്. വലിയ കണക്ക് പറയണ്ടല്ലോ, 55 ലക്ഷം പേർ. 55 ലക്ഷം പേരാണ്. മാത്രമല്ല, ഒറ്റ പെൻഷനാക്കി. ക്ഷേമനിധി പെൻഷൻ കിട്ടിയിരുന്നവർക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു പെൻഷനാക്കി. ആ ഒരു പെൻഷനാക്കിയിട്ട് ഈ ഒരു പെൻഷൻ പോലും 7 മാസമായി ഇത് കൊടുക്കാതെ കേരളത്തിലെ പാവങ്ങളിൽ പാവങ്ങളോട് ഏറ്റവും ക്രൂരത കാണിക്കുകയാണ്. അല്ലെ, ശാസ്താംകോട്ടയിൽ ഒരു ഇത് കിട്ടാത്ത അതീവ ദരിദ്രയായ ആ ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ത്രീ, 74 വയസ്സുകാരി, ഇന്നലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. അവരുടെ 84 വയസ്സുകാരനായ ഭർത്താവ് രോഗാവസ്ഥയിലാണ്. ഞങ്ങൾ ഈ 13 ജില്ലകളിലും കേട്ടത് ഈ സങ്കടങ്ങളാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ അതിനെതിരായും വലിയ നീക്കങ്ങൾ, വലിയ മുന്നേറ്റങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുകയാണ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാന്റ് കൊടുക്കുന്നില്ല, ലംസൺ ഗ്രാന്റ് കൊടുക്കുന്നില്ല, അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. അവരെല്ലാം വന്ന് കരച്ചിലാണ്. പല വിദ്യാർത്ഥികളും പഠിത്തം നിർത്തിപ്പോന്നു. പ്രൊഫഷണൽ കോളേജുകളിൽ
ഒരു സ്ത്രീ അവരുടെ മകളെ കുറിച്ച് പറഞ്ഞത് 2021 മുതൽ 24 വരെ കോളേജിൽ കൊടുക്കേണ്ട പെൻഷൻ BDSന് പഠിക്കേണ്ട കുട്ടിയുടെ ഈ പണം കൊടുത്തിട്ടില്ല എന്നാണ്. ഈ ഗ്രാന്റ് കൊടുത്തിട്ടില്ല, റീഇംബേഴ്സ് ചെയ്യുന്നില്ല. അവർ നിർബന്ധിക്കുകയാണ്, പഠനം നിർത്താൻ ആലോചിക്കുകയാണ്. നിരവധി കുട്ടികൾ പഠനം നിർത്തിപ്പോയി. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ പോലും ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്നില്ല. ഇനി ക്ഷേമനിധികൾ വ്യാപകമായി തകരുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 15 മാസമായില്ല. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി, കർഷക തൊഴിലാളി ക്ഷേമനിധി, അംഗൻവാടികളുടെ ക്ഷേമനിധി ഉൾപ്പെടെയുള്ള നിരവധി ക്ഷേമനിധികൾ സർക്കാർ അംശാദായം അടയ്ക്കാതെയും നന്നായി ശ്രദ്ധിക്കാതെയും രൂക്ഷമായ തകർച്ചയിലാണ്. ഇതൊക്കെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഈ സാമൂഹ്യ സുരക്ഷ, സോഷ്യൽ സെക്യൂരിറ്റി സ്റ്റേറ്റ് കൊടുത്തിരുന്നതാണ്, ഗവൺമെന്റ് കൊടുത്തിരുന്നതാണ്. അതെല്ലാം വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. അതീവ ദാരിദ്ര്യത്തിലേക്ക് കേരളം കൂപ്പുകുത്തുന്നൊരവസ്ഥ. വലിയൊരു വിഭാഗം ജനങ്ങൾ, കേരളത്തിലെ നമ്മുടെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ജനങ്ങൾ പട്ടിണിയിലേക്കും രോഗാവസ്ഥയിലേക്കും അതിനെ മറികടക്കാനുള്ള പണം പോലും ഇല്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് KPCC ഒരു സമരപരിപാടി പ്രഖ്യാപിക്കും. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടി വയനാട്ടിലുണ്ട്. വിവിധ മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള KSU ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സമരമുണ്ട്. ആ സമരം തീർന്ന് UDFന്റെ സമരം ഉണ്ടാകും. തുടർച്ചയായ സമരങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അല്ല, ഞങ്ങളിത് നിയമസഭയിൽ നിരവധി പ്രാവശ്യം കൊണ്ടുവന്നു. പല സ്ഥലത്തിലും പഞ്ചായത്ത് തലത്തിൽ സമരങ്ങൾ നടത്തി. ഇനി അത് കുറെ കൂടി രൂക്ഷമായി കൊണ്ടുവരും. കാരണം ഇത് സമരാഗ്നി ജാഥയുടെ ഒരു അനുഭവം കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. കാരണം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അതിന്റെ ആഴം എത്രയുണ്ടെന്ന് നമ്മൾ പറയില്ലേ. അതിന്റെ ഇരകളായി മാറിയ പാവങ്ങളുടെ സങ്കടങ്ങളാണ് അതിൽ മുഴുവൻ പ്രതിഫലിച്ചത്. അപ്പൊ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പൊ ഗവൺമെന്റിനെ അതിനുവേണ്ടി ശക്തമായി നിർബന്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരപരിപാടികളാണ് UDF ആവിഷ്കരിക്കുന്നത്. ാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ച നേരിടുന്നു. വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുമ്പോഴാണ് ആൾക്കൂട്ട കൊലപാതകം. ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ സർക്കാരും CPM-ഉം പിന്തുണയ്ക്കുന്നു. ഇത്ര വലിയ അക്രമം നടന്നിട്ടും മുഖ്യമന്ത്രിക്ക് എന്തേ മഹാമൗനം എന്നും VD സതീശൻ ചോദിക്കുന്നു. എടുത്ത് അവിടെ പിന്നിൽ നിൽക്കുകയാണ് എന്ന രീതിയിൽ പ്രചരണം നടക്കുകയാണ്. അത് അസംബന്ധവും പച്ചക്കള്ളവുമാണ്. KPCC പ്രസിഡന്റ് ഞാനും കാണാത്ത സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് മാധ്യമങ്ങൾ കണ്ടത്? തെറ്റായ റിപ്പോർട്ടുകളാണ്. സുനിൽ കനകോലുവിന്റെ അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു. സുനിൽ കനകോലു പാർട്ടി ഭാരവാഹിയാണ്. അദ്ദേഹത്തിന് ചുമതലയുണ്ട്. തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും ചുമതലയുണ്ട്. അതിൽ കേരളത്തിൽ ചുമതലയുണ്ട്. ഞങ്ങളുടെ ക്യാമ്പയിൻ എങ്ങനെയായിരിക്കണം, ഞങ്ങളുടെ നെറേറ്റീവ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. അല്ലാതെ 25 പേരുടെ യോഗത്തിലാണോ ഏത് നിയോജകമണ്ഡലമാണ് വീക്ക്, ഏത് നിയോജകമണ്ഡലമാണ് പ്ലസ് എന്ന് ചർച്ച ചെയ്യുന്നത്? എന്തായാലും KPCC പ്രസിഡന്റ് ഞാൻ കാണുമല്ലോ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട്. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. വളരെ ഹീനമായ തരത്തിലുള്ള ഒരു പ്രചരണമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. എന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.